മഅസിയ, ഈമാൻ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ആഖിബത്ത് മോശമാകുന്ന ഒരു തെറ്റാണ് ദഖീറത്തുൽ ഖൈർ എന്ന ഗ്രന്ഥം പറയുന്നു അൽ ഇസ്റാറു അലൽ മഅസിയത്തി. ഹറാം സ്ഥിരമായി ചെയ്യുക. എല്ലാ ദിവസവും 9 മണി 10 മണിക്ക് റൂമിലേക്ക് കയറുന്നു, പിന്നെ ഇൻസ്റ്റയോ യൂട്യൂബോ ഏതെങ്കിലും ഒരു ആപ്പ് വഴി ഏതെങ്കിലും ഒരു സംവിധാനം വഴി സ്ഥിരം ഹറാം ചെയ്യുക. ഇയാളെങ്ങനെ ലായിലായിലും എല്ലാം ഇരിക്കുന്നു ആലോചിച്ചു, വെറുതെ ആലോചിച്ചു, കിതാബൊന്നും എടുക്കണ്ട. നമ്മളിങ്ങനെ ഒന്ന് നിഷ്പക്ഷമായി ആലോചിക്കുക. എല്ലാ രാത്രിയും അള്ളാഹുവിന്റെ ശത്രുവായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹിന്റെ പേരും ചൊല്ലിയിട്ട് മരിക്കുമോ? എങ്ങനെ ഉണ്ടാവുക? എങ്ങനെ സംഭവിക്കുക? എങ്ങനെ ഉണ്ടാവുക? ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു അത് വിശദീകരിക്കുന്നതാണ്. പലരുടെയും ആഖിബത്ത് മോശമാവാനുള്ള അഥവാ മരണം മോശമാവാനുള്ള ഒരു കാരണം രഹസ്യ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹുവിന്റെ മഹ്ളു ഫള് കൊണ്ട് പുറത്തു തരുമാറാവട്ടെ. അപ്പൊ എവിടെയെങ്കിലും ഒരു വൃത്തികേട് വന്നാൽ, വൃത്തിക്കുറവ് വന്നാൽ നമ്മുടെ ആഖിബത്തിന്റെ സമയത്താണ് പിടികൂടുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളൊരു ഫോൺ എടുത്തിട്ട് ഒരു തെറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. കാണാൻ പറ്റാത്തൊരു വീഡിയോ കാണുന്നു, അല്ലെങ്കിൽ ഒരു ഹറാമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും. ഈ കാര്യം നമ്മുടെ ഉസ്താദ് അടുത്തുണ്ടാവും ചെയ്യോ? ഇല്ല. ഒപ്പുണ്ടെങ്കിലോ? ഇല്ല. ഉമ്മുണ്ടെങ്കിൽ ചെയ്യോ? ഇല്ല. അനുജനുണ്ടെങ്കിലോ? ഇല്ല. ജ്യേഷ്ഠനുണ്ടെങ്കിൽ ചെയ്യോ? ഇല്ല. നമ്മുടെ ഒരു സംഘടനാ സുഹൃത്ത് അടുത്തന്നെ ഉണ്ട്, ചെയ്യോ? ഇല്ല. എന്നാൽ നമ്മൾ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് വരും, ഒരു കല്യാണം കഴിക്കട്ടെ. നമ്മുടെ ജ്യേഷ്ഠന്റെയോ ജ്യേഷ്ഠത്തിയുടെ അനുജന്റെയോ അനുജത്തിയുടെ ഒരു ചെറിയ മോള് ഉണ്ട്. ആ കുട്ടി 3 വയസ്സായിരുന്നു. നമ്മളെ വിളിച്ചിട്ട് അടുത്ത് വന്നു, മടിയിലിരുന്നു അല്ലെങ്കിൽ സൈഡിലിരുന്നു. കുട്ടീന്റെ പേര് ഫാത്തിമ. ആ കുട്ടി ഉണ്ടാവും നമ്മൾ ഈ ഹറാമായ വീഡിയോ കാണും? ഇല്ല. അല്ലാഹു പറയാ, ലാ തജ്അൽനി അഹ്വനൻ നാദിരീൻ, നിന്നെ നോക്കുന്നവരിൽ ഏറ്റവും ലോക്കലാക്കല്ലേ എന്നെ. നിന്റെ സോൺ ഭാരവാഹിയുടെ വിലയും ഉപ്പാന്റെ ഉമ്മാന്റെ ഒന്നും വില തന്നിട്ടില്ലെങ്കിലും ആ 3 വയസ്സുള്ള ഫാത്തിന്റെ വിലയെങ്കിലും എനിക്ക് തന്നൂടെ? എന്താണ്, എനിക്ക് വലിയ വിലയൊന്നും തരണ്ട. ആ 3 വയസ്സുള്ള ഫാത്തി ഉണ്ടാവും, നീ തെറ്റിയില്ലല്ലോ. പക്ഷെ ഞാനുണ്ടാവും, നീ ചെയ്യില്ലേ? ഉപ്പാന്റെ വിലയൊന്നും തന്നിട്ടെങ്കിൽ എടുക്കട്ടെ, ആ ഫാത്തിന്റെ വില എന്താണ്? ഇവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഇവിടെയാണ് നമ്മളെ കുറിച്ച് ആലോചിക്കുക. സൂറത്തുൽ ഫുർഖാൻ ചോദിക്കുന്നുണ്ട്, ഖുൽ അദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദി ലത്തി വഅദൽ മുത്തഖൂൻ. ഒരു 10 മിനിറ്റത്തെ വീഡിയോ കാണുമ്പോൾ നമ്മൾ ആലോചിക്കുക, ഖുൽ നബിയെ തങ്ങൾ ചോദിക്കൂ, അദാലിക ഖൈറുൻ, ആ 10 മിനിറ്റത്തെ വീഡിയോ ആണോ നല്ലത്? അം ജന്നത്തുൽ ഖുൽദി ലത്തി വഅദൽ മുത്തഖൂൻ, കോടാനുകോടി കാലം കിടക്കേണ്ട സ്വർഗ്ഗമാണോ നല്ലത്? അപ്പൊ ഇൻസ്റ്റ തുറക്കുമ്പോൾ അല്ല ആലോചിക്കുക, ഈ 10-15 റീൽസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങുമല്ലോ, ഇത് കാണാനാണോ എനിക്ക് നല്ലത്? അല്ല, കോടാനുകോടി കാലം കിടക്കേണ്ട സ്വർഗ്ഗമാണോ നല്ലത് എന്ന് നമ്മളോട് തന്നെ ചോദിക്കും. എല്ലാം പെണ്ണുങ്ങളോട് ചോദിക്കാൻ നോക്കും വേണം, ചില നമ്മളോട് ഉത്തരം കിട്ടും. നീ നിന്നോട് തന്നെ ചോദിക്കും. അങ്ങനെ വളരെ വൃത്തിയുള്ളവരായി.